കോളാറിന് സ്വർണത്തിന്റെ തിളക്കമുണ്ടെങ്കിലും അവിടെയുള്ളവരുടെ ജീവിതങ്ങൾക്ക് ആ മഞ്ഞ ലോഹത്തിന്റെ തിളക്കം അശേഷമില്ല. പെട്ടെന്ന് നഗരമാകുകയും പ്രശസ്തി സ്വർണ്ണ നിറം പോലെ ആളുകളെ ആകർഷിക്കുകയും കാലം കഴിയെ ദ്യുതിക്ഷയിച്ച് വീണ്ടും കാട്ടുപ്രദേശമാകുകയും ചെയ്ത ഇന്ത്യയുടെ സുവർണ നഗരമാണിത്. കർണാടകത്തിലെ റോബർട്ട് സ്റ്റോൺപെറ്റ് എന്ന മുനിസിപ്പൽ കൗൺസിലിൽ ആണ് ഈ ഖനി. 58 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി, അതായത് 14,500 ഏക്കർ വിസ്തൃതിയാണ് ഈ ഖനിക്ക് ഉള്ളത്. ഖനിക്കും മറ്റും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിച്ച ഖനികളിൽ ഇപ്പോഴും ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വർണശേഖരമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഒരു കാലത്ത് സ്വർണം വിളയിച്ചിരുന്ന KGFൽ പ്രവർത്തന നഷ്ടം ഏറിയതോടെയാണ് 2001 ഭാരത് ഗോൾഡ് മൈൻസ് എന്ന പൊതുമേഖല ഖനന കമ്പനി പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചത്. ഇതോടെ ദുരിതത്തിലായത് അവിടെ പണിയെടുത്തിരുന്ന 3500ഓളം തൊഴിലാളികളായിരുന്നു. KGFൽ 14,000 ഏക്കറാണ് ഖനനത്തിനുള്ളത്. ഇതിൽ 4,000 ഏക്കറിലാണ് സ്വർണ്ണ ഖനനം നടന്നിരുന്നത്. ഇതിനു പുറമെ 25,000 കോടിയുടെ അമൂല്യ ലോഹങ്ങളായ പല്ലേഡിയവും ടങ്സ്റ്റണും ഈ ഖനിയിൽ ഉണ്ട്. ടൺ കണക്കിന് സ്വർണം KGF ഖനിയിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ആഴമേറിയ ഖനികളിൽ നിന്ന് പുറത്തെത്തിക്കുന്ന മണ്ണിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം ഈ മണ്ണിനെ പുറത്തു കൂട്ടിയിടുകയായിരുന്നു പതിവ്. ഇവ പതിയെ വലിയ കുന്നുകളായി മാറി. ഈ മണ്ണിൽ സയനൈഡിന്റെ അംശമുള്ളതിനാൽ ഇവ സയനൈഡ് കുന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത്. KGFന് ചുറ്റും ഇത്തരത്തിലുള്ള 13 കുന്നുകളാണ് ഉള്ളത്. സയനൈഡ് കുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ മനുഷ്യ ശരീരത്തിന് വളരെയേറെ ദോഷം ചെയ്യുമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ശക്തമായ കാറ്റുണ്ടായാൽ സയനൈഡ് കുന്നുകളിൽ നിന്നുള്ള പൊടി ജനവാസ മേഖലകളിലേക്കാണ് പതിക്കുന്നത്. ത്വക്ക്, വൃക്ക രോഗങ്ങൾക്കും ക്യാൻസറിനും ഈ മണ്ണ് കാരണമാകുമെന്ന ഭയത്തിലാണ് ഇവിടെയുള്ളവരുടെ ജീവിതം. പുറമേ നിന്ന് നോക്കുന്നവർക്ക് കോളാറിൽ സ്വർണത്തിന്റെ തിളക്കമാണ് കാണാനാകുക. എന്നാൽ ജീവിതം മുഴുവൻ ഈ ഖനിയിൽ ഹോമിക്കപ്പെട്ടവർക്ക് ഇത് ശ്മശാന ഭൂമിയാണ്. ജീവനോടെ എരിഞ്ഞു തീരുന്ന ശ്മശാന മണ്ണ്.